ഷറഫുദ്ദീനും കല്യാണി പണിക്കറും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ സിനിമ മധുവിധു തിയേറ്ററിൽ പോയി കണ്ടു. ഞാൻ വലിയ പ്രതീക്ഷകളൊന്നും ഇല്ലാതെ തിയേറ്ററിൽ പോയി കണ്ട സിനിമയാണ്. ഞാനിതിൻ്റെ ട്രെയിലർ കണ്ടിട്ടില്ല, ടീസർ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഒരു തരക്കേടില്ലാത്തൊരു പടം. ഷറഫുദ്ദീൻ അല്ലേ, അപ്പോൾ ആ ഒരു ഗ്യാരണ്ടി ഉണ്ടാവും. ചിരിക്കാനുള്ള കുഞ്ഞു കുഞ്ഞു മൊമെൻറ്റ്സ് ഒക്കെ ഉള്ളൊരു കൊച്ചു പടം എന്നാണ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. സിനിമയുടെ ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ എനിക്കങ്ങനെ ഒരു പേഴ്സണൽ കണക്ട് ഫീൽ ചെയ്തിട്ടില്ല. ഈ ക്യാരക്ടേഴ്സിനെ അങ്ങോട്ട് ഒന്നും സെറ്റാവുന്നില്ല. മാത്രമല്ല കല്യാണിയുടെ ക്യാരക്ടറിൽ അവർ കൊടുത്തിരിക്കുന്ന ചില കാര്യങ്ങൾ എനിക്കങ്ങോട്ട് ദഹിക്കുന്നില്ല. ഇതെന്തോന്ന് സിറ്റുവേഷൻ, പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻ സീനിലൊന്നും എനിക്ക് അങ്ങനെ ഒരു ഗുമ്മ തോന്നിയില്ല. പക്ഷേ ആ ഫസ്റ്റ് ഹാഫ് അതങ്ങ് കഴിഞ്ഞ് കിട്ടുമ്പോൾ പടം ട്രാക്കിലേക്ക് കയറുന്നുണ്ട്. അത്യാവശ്യം ചിരിക്കാനുള്ളതുണ്ട്, ചിന്തിക്കാനുള്ളതുണ്ട്. ഒരു ഓളത്തിൽ ഫാമിലിയൊക്കെ ആയിട്ടിരുന്ന് കാണുന്ന സമയത്ത് ആ ഒരു ഓളത്തിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചിരിച്ചു പോകാവുന്ന, ഇമോഷണലി കണക്റ്റ് ആവുന്ന കുറച്ച് മൊമെൻറ്റ്സ് ഒക്കെയുള്ള ഒരു കൊച്ചു പടം. അതാണ് എനിക്ക് മധുവിധു എന്ന് പറയുന്നത്. ജയ് വിഷ്ണുവും ബിപിൻ മോഹനും ചേർന്ന് തിരക്കഥ എഴുതിയിട്ടുള്ള ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് വിഷ്ണു അരവിന്ദാണ്. ഹിഷാം അബ്ദുൽ വഹാബാണ് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് സംഗീതമൊരുക്കിയിട്ടുള്ളത്. വിശ്വജിത്താണ് DOP, ക്രിസ്റ്റി സെബാസ്റ്റ്യൻ ആണ് എഡിറ്റർ. നമുക്ക് പതിവ് പോലെ സിനിമയിലെ പോസിറ്റീവ്സ് എന്ന് ആരംഭിക്കാം. ഒന്നാമത്തെ പോസിറ്റീവ് ഈ പെർഫോമേഴ്സാണ്. അതായത് ചില സീനുകൾ വലിയ സംഭവമാകാതെ പോകുമായിരുന്ന സീനുകൾ അത് ഈ പെർഫോമേഴ്സ് ചേർന്നിട്ട് ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ചില ഹ്യൂമറൊക്കെ വർക്ക് ചെയ്യുന്നത് ഇവരുടെ എക്സ്പ്രഷനിലാണ്. അത്രയും ഗംഭീരമായിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ ഒരു നിര ഇവർക്കുണ്ട്. അതാണ് ഈ സിനിമയുടെ ഒരു വലിയ വിജയം എന്ന് പറയുന്നത്. ഷറഫുദ്ദീൻ ചെറിയ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് ഷറഫുദ്ദീൻ്റേതായിട്ടുള്ള ഒരു ഫീലുണ്ട്, ഒരു ഐറ്റം ഉണ്ട്. അത് നമുക്ക് കണക്റ്റ് ആവും. വേറൊരു നടനൊക്കെ ആണെങ്കിൽ എൻ്റെ അമ്മേ എന്നൊക്കെ പറഞ്ഞ് വലിയ എക്സ്പ്രഷൻ ഇട്ട് പോകാവുന്ന കാര്യങ്ങളെപ്പോലും ഷറഫുദ്ദീൻ വെറുതെ ഒന്ന് നോക്കുകയുള്ളൂ. അവിടെ ആ സാധനമുണ്ട്. അതിപ്പോൾ ചമ്മലാണെങ്കിലും നീയാണല്ലേടാ എന്ന് പറയുന്ന ഭാവമാണെങ്കിലും അങ്ങനത്തെ കുറേ എലമെൻറ്റ്സ് ഷറഫുദ്ദീൻ ചെയ്യുമ്പോൾ ഉള്ളൊരു ബ്യൂട്ടി അത് സിനിമയെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ജഗദീഷ് ചേട്ടനെ കുറിച്ച് നമ്മളിനി എന്ത് പറയാനാണ്. പുള്ളിക്ക് കിട്ടിയിട്ടുള്ള ക്യാരക്ടർ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. സിനിമയിൽ ഓടി നടന്ന് അഭിനയിക്കുന്നത് മാത്രമല്ല, ഒരു ചുമർ ചിത്രത്തിലിരിക്കുന്ന ഒരു കാര്യം കൂടി അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര രസമായിരുന്നു. ഷറഫുദ്ദീൻ്റെ കാര്യം പറയുമ്പോഴും ഡബിൾ റോൾ എന്ന് വേണമെങ്കിൽ പറയാവുന്നൊരു പരിപാടിയാണ്. അസീസ് നെടുമങ്ങാട് അദ്ദേഹം ചില സീനുകളെ ഒരു ഹ്യൂമറാക്കി മാറ്റുന്നത്, അങ്ങനെ ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ടുവരുന്നതിൻ്റെ ഒരു ഗുണം സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ലക്ഷ്മി സഞ്ജു പുള്ളി രസമായിട്ട് ചെയ്തു. സാധാരണ ഈ റീൽസിൽ നിന്ന് സിനിമയിലേക്ക് വരുന്ന ആൾക്കാർ അവരുടെ ആ ഒരു സ്കെയിലിൽ നിന്ന് മാറാതെ ആ സെയിം റീലിലെ സാധനം തന്നെ ചെയ്യാമെന്ന് പറയുന്ന പോലത്തെ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ അതിൽ വലിയ മാറ്റങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം അവർക്ക് അവരുടെ റീലിൽ നിന്ന് മാറി ചെയ്യാനുള്ള സാധനങ്ങൾ കിട്ടണ്ടേ. സഞ്ജുവിൻ്റെ ക്യാരക്ടർ വളരെ കൺവിൻസിങ് ആയിരുന്നു. ഭയങ്കര ഫ്രഷ്നെസ് ഉണ്ട് പുള്ളി അത് ചെയ്യുന്ന സമയത്ത്. പുള്ളി ഉപദേശങ്ങൾ കൊടുക്കുമ്പോഴാണെങ്കിലും സാധാരണ ഇങ്ങനെ ഉപദേശിക്കുന്ന കൂട്ടുകാരെപ്പോഴും ഒരു സ്കെയിൽ മുകളിൽ നിൽക്കുക ചെയ്യുക. പക്ഷേ സഞ്ജു ആ കറക്റ്റ് സ്കെയിലിൽ തന്നെ പോയിട്ട് ഒരു സീനിൽ പുള്ളി ഡയലോഗ് പറയുമ്പോഴും നമുക്കത് ഫീൽ ചെയ്യും. അതിൻ്റെ ഹ്യൂമർ സൈഡ് ഫീൽ ചെയ്യും. പിന്നെ ഇതിലെ അപ്പുബൻ ക്യാരക്ടറുണ്ട്. സുരേഷ് ബാബു എന്ന് പറയുന്ന നടനാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം തന്നെയാണ് ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിലെ സുരാജിൻ്റെ അച്ഛൻ്റെ ക്യാരക്ടർ ചെയ്തിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പുള്ളി ഗംഭീരമായിരുന്നു. എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ആലോചിക്കും, നമ്മുടെയൊക്കെ കുടുംബത്തിൽ ഇങ്ങനെ കുറച്ച് കാരണവന്മാരുണ്ടായിരുന്നെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമുക്ക് ഇരുന്ന് സംസാരിക്കാം, ഭാര്യയും ഭർത്താവും കൂടി മാറി താമസിക്കണം. നിങ്ങൾ മാറി താമസിച്ചു, അതിനെന്താ നല്ല കാര്യമല്ലേ എന്ന് പറയുന്ന, കുടുംബത്തിൻ്റെ അഭിമാനവും തേങ്ങാക്കൊല എന്നൊക്കെ പറഞ്ഞ ആരെങ്കിലും വരുമ്പോൾ പൊടയിറക്കുക എന്ന് പറഞ്ഞ് ഓടിച്ചു വിടുന്ന ആ ഒരു ലെവലിൽ നിൽക്കുന്ന ഒരു കാരണം വരെ നമ്മൾ ആഗ്രഹിക്കുക എന്ന് പറയില്ല. അങ്ങനെ ഒരു അപ്പൂപ്പൻ പുള്ളി അത് നല്ല സ്കെയിലിൽ പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഡയലോഗ്സൊക്കെ ഉള്ളൂ, കുറച്ച് നോട്ടങ്ങളും കാര്യങ്ങളും, പക്ഷെ അത് അദ്ദേഹം എന്ത് ഗംഭീരമായിട്ടാണ് ചെയ്യുന്നത്. അമൽ ജോസ് എന്ന് പറയുന്ന നമ്മുടെ ഷറഫുദ്ദീൻ്റെ അനിയൻ്റെ ക്യാരക്ടർ ചെയ്തിട്ടുള്ള ആളും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ തുടക്കത്തിൽ ഞാൻ വിചാരിച്ചു ഇയാൾ കുറച്ച് ഒരു പൊടിക്ക് ഓവറല്ലേ, പിന്നെ ഈ ജെൻസി കാറ്റഗറിയിൽ വരുന്നു എന്ന് കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് മുകളിൽ നിൽക്കുന്ന ആളാണെന്ന് കാണിക്കാൻ 2K അനിയൻ എന്നുള്ള പേരൊക്കെ പറഞ്ഞ്, അതായത് അങ്ങനെ തന്നെ അത് മെൻഷൻ ചെയ്ത് കാണിക്കുമ്പോൾ കുറച്ച് ഓവറല്ലേ എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പോകെ ഭയങ്കര രസമായിട്ട്, പ്രത്യേകിച്ച് അവസാന ഭാഗത്തേക്കൊക്കെ വരുമ്പോഴുള്ള എക്സ്പ്രഷൻ. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ പേരന്വേഷിച്ചിട്ട് കിട്ടിയില്ല, ഇതിൽ ഷറഫുദ്ദീൻ്റെ ബേക്കറിയിൽ ജോലി ചെയ്യുന്ന ഒരു സ്റ്റാഫുണ്ട്. പുള്ളി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. മച്ചാൻ സൂപ്പർ. ഞാനിത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാനിതിൽ ടെക്സ്റ്റായിട്ട് ആഡ് ചെയ്യാം. അടിപൊളിയായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. അങ്ങേരുടെ ഒരു നോട്ടവും, അതുപോലെ ഷറഫുദ്ദീനും പുള്ളിയും കൂടി ഒരു കോറിഡോറിൽ കൂടി നടന്നു വരിക. അപ്പം ഇദ്ദേഹത്തിൻ്റെ വേഷത്തിൻ്റെ വലിപ്പം വെച്ചിട്ട് ചുമ്മാ ഇങ്ങനെ നിന്നാൽ മതി, അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് സാധാരണ കാസ്റ്റ് ചെയ്യാറുള്ളത്. പക്ഷേ ഇതിൽ പുള്ളി ഭയങ്കര രസം. ആ നടന്നു വരുമ്പോൾ പോലും പുള്ളി ക്യാരക്ടറാണ്. ആ ഡയലോഗ് ഡെലിവറിയിലും ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ. ഇനി നമുക്ക് നായികമാരെ കുറിച്ച് പറയാം. നായിക എന്ന് പറയുന്നതിന് വരെ നായികമാർ എന്ന് പറയുന്നതിന് ഒരു കാരണമുണ്ട്. അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. എല്ലാവരും ഗംഭീരമായിട്ട് ചെയ്തു. അതിൽ കല്യാണി പണിക്കർ പുതുമുഖ നായിക കൂടിയാണ്. ഈ സിനിമയിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. ആ ഒരു ക്യാരക്ടറിനോട് പരമാവധി നീതി പുലർത്തിക്കൊണ്ടുള്ളൊരു പെർഫോമൻസ് ആണ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. വളരെ കൺവിൻസിങ് ആയിരുന്നു ഈ ഒരു കാലഘട്ടത്തിൻ്റെ ആ ഒരു പെൺകുട്ടി, അവർ ചെയ്യുന്ന കാര്യങ്ങൾ. പക്ഷേ അവരുടെ ഇൻട്രൊഡക്ഷൻ സീനിലാണ് എനിക്ക് ഒരു മിസ്മാച്ച് ഫീൽ ചെയ്തത്. പ്രകടനമല്ല ഞാൻ പറയുന്നത്, ക്യാരക്ടറൈസേഷനാണ് പറയുന്നത്.
അവിടെ മാത്രം ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ചില സിറ്റുവേഷനിൽ ഇവർ റിയാക്ട് ചെയ്യുന്നത്, അതിപ്പോൾ സായികുമാറും ഈ കല്യാണിയും അവരുടെ ആ ഒരു കോംബോ ചില സിറ്റുവേഷനിൽ റിയാക്ട് ചെയ്യുന്നത് ക്യാരക്ടറൈസേഷനാണ്. വീണ്ടും പറയുന്ന ക്യാരക്ടറൈസേഷനാണ്. പെർഫോമൻസ് വൈസ് കിട്ടിയിട്ടുള്ള സാധനം അവർ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഗ്യാപ്പിന് ശേഷമാണെന്ന് തോന്നുന്നു ശ്രീജയ നായർ എന്ന് പറയുന്ന അഭിനേത്രിയെ നമ്മൾ കാണുന്നത്. കുറച്ചും കൂടി എടുത്തു നിൽക്കുന്ന, അല്ലെങ്കിൽ പുതിയ തലമുറയുടെ കൂടെ നിന്ന് അഭിനയിക്കുമ്പോഴും അവർ ഗംഭീരമായിട്ട് ചെയ്യുന്നു. അങ്ങനെ ഈ സിനിമയിലെ പെർഫോമേഴ്സ് എല്ലാവരും കൂടി ചേർന്ന് ഈ സിനിമയെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ പോസിറ്റീവ് മ്യൂസിക്കാണ്. ആദ്യത്തെ പാട്ട് എനിക്കതിൻ്റെ ബീറ്റ് മൊത്തത്തിലൊരു അങ്ങോട്ട് സെറ്റായില്ല എന്ന് തോന്നി. ആ പാട്ടൊക്കെ വരുന്ന സമയത്തും എന്താ ഇത് ഒരു വളരെ പ്രഡിക്റ്റബിൾ സ്വഭാവത്തിലുള്ള സീക്വൻസുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ഫീലാണ്. ആ പാട്ട് ഭയങ്കര പഞ്ചായിട്ട് തോന്നിയില്ല. പക്ഷേ പോകെ പാട്ടുകൾ വളരെ വെൽ പ്ലേസ്ഡ് ആയിട്ട് വരുന്ന പോലെ തോന്നി. പാട്ടുകൾ കേൾക്കാനൊരു രസം ഉണ്ടായിരുന്നു. ആൻഡ് ബാക്ക്ഗ്രൗണ്ട് സ്കോറും വളരെ രസമായിട്ട് പോകുന്ന പോലെ തോന്നി. ഈ സിനിമയ്ക്ക് എന്താണോ ആവശ്യമായിട്ടുള്ളത് അത് പ്രോപ്പറായിട്ട് ഹിഷാമിൻ്റെ ഭാഗത്തുനിന്ന് ഡെലിവർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. വിഷ്വൽസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഇവർ കുറച്ച് ട്രാൻസിഷൻസ് യൂസ് ചെയ്തിരിക്കുന്നതാണ്. അതായത് ജഗദീഷ് ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ നിന്ന് ഇങ്ങനെ ട്രാവൽ ചെയ്ത് വരും. അപ്പോൾ കുറേ സാധനങ്ങൾ ഇടയിൽ കൂടിയൊക്കെ പോയിട്ട് ഇങ്ങനെ വരുന്ന ഒരു പൊസിഷനുണ്ട്. ഷർഫുദ്ദീനും സഞ്ജുവും കൂടി അവരൊരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ പറിച്ചു മാറ്റപ്പെടുന്ന പോലെ വരുന്ന അങ്ങനത്തെ കുറച്ച് ട്രാൻസിഷൻ പരിപാടികൾ വരുന്നതിനകത്ത് ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര രസമായിരുന്നു. ഇങ്ങനെ കാണുമ്പോൾ അടിപൊളിയായിട്ടുണ്ടല്ലോ എന്ന് നമുക്ക് തോന്നുന്ന പോലത്തെ പരിപാടിയാണ്. വിഷ്വലി മൊത്തത്തിൽ പറയാനാണെങ്കിൽ ഈ സിനിമയ്ക്ക് ഒരു ഫീൽ ഗുഡ്, ഒരു സാധാരണ ഒരു ഫാമിലി സിനിമ എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ ഈ സിനിമയ്ക്ക് ആവശ്യമായത് എന്താണോ അത് പ്രോപ്പറായിട്ട് ഡെലിവർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഡയലോഗ്സിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴും ലേശം പുരോഗമനമൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഇങ്ങനെ ഒരു സിനിമ കാണുമ്പോൾ ആണുങ്ങൾ മാത്രമുള്ളൊരു തറവാട്ടിലേക്ക് ഒരു സ്ത്രീ കടന്നു വരാൻ പോകുന്നു എന്ന് പറയുന്ന പോലത്തെ ഒരു സംഭവം വരുമ്പോൾ അവിടെ സ്ഥിരമായി വരാറുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാവും. പുരുഷന്മാർക്ക് തന്നെ ആയിരിക്കും പ്രാധാന്യം കൊടുക്കുക. സ്ത്രീ കഥാപാത്രത്തിന് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വരുന്ന, അല്ലെങ്കിൽ ഈ ഒരു ഈക്വിലിബ്രിയം തകർക്കാൻ വരുന്ന എന്ന് പറയുന്ന പോലത്തെ ഒരു ലേബലിലൊക്കെ ആയിരിക്കും വരിക. പക്ഷേ ഇവിടെ അങ്ങനെ അല്ല. അതിൽ നിന്ന് വളരെയധികം വ്യത്യാസമുള്ള, അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാക്കിയാൽ മതി. ഞാൻ പറയുന്നത് ഇതിൻ്റെ യാതൊരു സ്പോയിലറും കേൾക്കാതെ കാണുകയാണെങ്കിൽ യാതൊരു സ്പോയിലറും കേൾക്കാതെ കാണാൻ ശ്രമിക്കുക. ആ ഒരു ഡിഫറൻസ് സിനിമയ്ക്കുണ്ട്. അതിനവർ ഉപയോഗിച്ചിട്ടുള്ള ഡയലോഗുകൾ, സിറ്റുവേഷൻസ് എല്ലാം വളരെ രസമായിട്ട് തോന്നി. പിന്നെ അണ്ടർസ്റ്റാൻഡിങ് ദി അതർ ജെൻഡർ എന്ന് പറയില്ലേ, നമ്മൾ സാധാരണ ഇത്തരം സിനിമകളിൽ സ്ത്രീ കഥാപാത്രങ്ങളെ കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു പെർട്ടിക്കുലർ പാറ്റേണിലാണ്. പക്ഷേ ഇവിടെ അതിൽ നിന്ന് കുറേയും കൂടി വിഭിന്നമായിട്ട് അവരെ കൂടി കാണുന്നുണ്ട്. അവരുടെ ഇമോഷൻസ് കാണുന്നുണ്ട്, അവരുടെ റിയാക്ഷൻസ് കാണുന്നുണ്ട്, അതിൻ്റെ റീസൺ കാണുന്നുണ്ട്. അങ്ങനെ ഇതിൽ കല്യാണി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എല്ലാവരുടെയും ഇഷ്ടങ്ങൾ ജയിക്കുന്നില്ല, അപ്പോൾ എൻ്റെ ഈ ഒരു ഇഷ്ടവും കൂടി ജയിക്കണ്ടേ? അതൊരു വാശിയാണ്, വളരെ ന്യായമായിട്ടുള്ളൊരു വാശി എന്ന് പറയുന്നത് പോലത്തെ ഒരു കാര്യമാണ്. ആ ക്യാരക്ടറൈസേഷനിൽ അവരുടെ ഫസ്റ്റ് റിയാക്ഷനിലൊക്കെ എനിക്ക് കുറച്ച് എന്താ ഇങ്ങനെ എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഈ പറയുന്ന ഡയലോഗ്സിലൂടെയൊക്കെ അവരത് ബാലൻസ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ ഒരു പെർട്ടിക്കുലർ പെൺകുട്ടിയുണ്ട്, അമ്മയും എന്നെയും കൂടി നോക്കാൻ പറ്റുന്ന ഒരാളാണ് എന്നെ വിവാഹം കഴിക്കേണ്ടത്, അല്ലെങ്കിൽ അങ്ങനെ ഒരാളെയാണ് എനിക്ക് വേണ്ടതെന്നുള്ളത്. അപ്പോൾ അവളുടെ പ്രിഫറൻസ് വളരെ കറക്റ്റായിട്ട് പറയാണ്. ആ പ്രിഫറൻസിന് ഓക്കെ പറഞ്ഞ് കല്യാണം കഴിച്ചാൽ അത് പാലിക്കാൻ ബാധ്യസ്ഥതയുണ്ട് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. ഇനി ഞാൻ പറഞ്ഞു പോയി കഴിഞ്ഞാൽ കുറേ സ്പോയിലേഴ്സ് ആയിപ്പോവും. എന്തായാലും അണ്ടർസ്റ്റാൻഡിങ് ദ ജെൻഡർ എന്ന് പറയുന്ന ഒരു കാര്യം നന്നായിട്ട് ഈ സിനിമയ്ക്ക് കൈകാര്യം ചെയ്യാവുന്ന ഒരു അവസ്ഥയിൽ വളരെ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ആൻഡ് അടുത്ത പോസിറ്റീവ് ഹ്യൂമറാണ്. പൊട്ടിച്ചിരിച്ച് തലതല്ലിച്ചിരിച്ച് അങ്ങനെയൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ കുഞ്ഞു കുഞ്ഞു മൊമെൻറ്റ്സിൽ സിറ്റുവേഷൻ കൊണ്ടുവരുന്ന ചില കാര്യങ്ങളുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഷർഫുദ്ദീൻ്റെയും അസീസിൻ്റെയും ഒക്കെ അവരുടെ ഒരു പെർഫോമൻസിൻ്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം ചിരിച്ചിരുന്ന് കാണാവുന്ന, തലകുത്തി മറിഞ്ഞ് ചിരിയല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ചിരിച്ച് ജോളിയായിട്ട് കാണാവുന്ന, ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള, പിന്നെ ഈ അശ്ലീല തമാശകൾ ഫാമിലി ആയിട്ട് ഇപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് തിയേറ്ററിലേക്ക് പോകുമ്പോൾ ഇതിനകത്ത് ഭയങ്കര വയലൻസും പരിപാടികളും തെറിവിളികളും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഈ ഫാമിലിയുടെ ഇടയ്ക്ക് ഉണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു വഴക്കുകളും പരിപാടികളുണ്ട്. പിന്നെ അത്യാവശ്യം വിമർശിക്കാനുള്ള കുറച്ച് കാര്യങ്ങളെയൊക്കെ നൈസായിട്ട് വിമർശിച്ച് സൈഡിൽ കൂടി പോകുന്നൊരു സിനിമയാണ്. നെഗറ്റീവായി ഫീൽ ചെയ്തിട്ടുള്ള കാര്യം ചോദിച്ചാൽ ഈ ഫസ്റ്റ് ഹാഫ് വരെ എനിക്ക് സിനിമയിലേക്ക് ഇന്നാവാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതിലെ സീക്വൻസുകളും കാര്യങ്ങളും ആ ഒരു ഇമോഷണൽ കണക്റ്റും ഒന്നും തോന്നുന്നില്ലല്ലോ. ഞാനിങ്ങനെ പടത്തിൻ്റെ ആ പോർഷനൊക്കെ എത്തിയപ്പോഴും ആലോചിച്ച് ഇമോഷണലായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. അങ്ങനെ നമുക്ക് ഇമോഷണൽ കണക്ഷൻ ഉണ്ടായാലേ നമുക്ക് സിനിമ ഇഷ്ടപ്പെടുള്ളൂ, അപ്പോഴേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. പക്ഷേ പിന്നീട് അത് നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ആദ്യത്തെ കുറച്ച് സമയം, ഒരു 1/4 മണിക്കൂർ എനിക്ക് അത്ര ഭയങ്കര സംഭവമായി തോന്നിയിട്ടില്ലായിരുന്നു. പക്ഷേ പിന്നെ രസമായിട്ട് ഒരു ഓളത്തിൽ അങ്ങനെ കണ്ടിരുന്നു. ആ ഒരു കാര്യവും പിന്നെ കല്യാണി സായികുമാർ ക്യാരക്ടേഴ്സ് ഒരു സിറ്റുവേഷനിൽ റിയാക്ട് ചെയ്യുന്നു, അതെനിക്ക് പറയാൻ പറ്റില്ല, സ്പോയിലർ എലമെൻ്റ് ആയതുകൊണ്ട്. ആ കാര്യത്തിലുള്ള ഒരു ചെറിയ വിയോജിപ്പിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒരു ഓവറോൾ തരക്കേടില്ലാത്ത കുടുംബമൊക്കെ ആയിട്ട് കാണാവുന്ന, ചിരിച്ചൊക്കെ കണ്ട് രസമായിട്ട് ഹാപ്പി ആയിട്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരാൻ പറ്റുന്നൊരു സിനിമ എന്നുള്ള രീതിയിലാണ് എനിക്ക് മധുവിധു ഫീൽ ചെയ്തത്. പക്ഷേ ഞാൻ ഈ പറഞ്ഞത് മുഴുവൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. സിനിമ ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആണ്. നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ടിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടോ എന്ന് തീരുമാനിക്കാൻ കാത്തിരിക്കുന്ന കുറേ ആളുകളുണ്ട്. അവർക്കതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.